അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരിക. ദൈവമേ, പുള്ളിക്കാരത്തി 2 കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും, അത് വീട്ടിൽ വന്ന് അറിയിക്കുക, വീട്ടിലുള്ളവരിൽ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചു തരാം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് അത് അമ്മനോടോ അപ്പനോടോ പറയാം, അതിന് വേണ്ടിയിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി ചോദിച്ചിട്ടാ, ടീച്ചർ വന്നുണ്ടല്ലോ, എന്താണ് നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു, കാണിച്ചത് ഒരുപാടുണ്ട്, പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സാധനം ഏത് കണ്ടിട്ടാണ് എനിക്ക് വന്നേന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ടീച്ചർ അകത്തോട്ട് കയറി വരിക. എന്നിട്ട് ടീച്ചർ ആദ്യം ചോദിച്ചത്, എടാ ജോർജിൻ്റെ വീട് ഏതാണ്? ഓ, ഒരാശ്വാസം. തൊട്ടപ്പുറത്ത് വീട്ടിലെ ജോർജിൻ്റെ അപ്പൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ ജോർജിൻ്റെ അപ്പനെ കാണാൻ വന്നാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, അന്ന് കാണിച്ച കുരുത്തക്കേടുകൾ ദൈവം സഹായിച്ച് ടീച്ചർ കണ്ടിട്ടില്ല. അങ്ങനെ ആ സന്തോഷത്തിൽ അപ്പോൾ ടീച്ചർ വീട് കാണിച്ചു. അപ്പോൾ ഞങ്ങനെ കല്ലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾ കല്ല് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ ചോദിച്ചിടാ, നിർത്താറായില്ലേ? ഇപ്പം തീരും ടീച്ചറേ. അമ്മനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ പൊക്കി തുറന്ന ആ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ എൻ്റെ ചേച്ചി ടീച്ചറെ അവിടെ കിടന്നോട്ടെ, ഞാൻ അടച്ചോളാം. പൊക്കിയ പടി അവിടെ തന്നെ ഇട്ടു. ടീച്ചർ നടന്നു പോവാം. അപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ എന്തുണ്ട്? ഓ, എന്ത് നല്ല ചേച്ചി. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എന്ത് നല്ല മാതാപിതാക്കൾക്ക് ആ കൊച്ചിനെ കിട്ടിയതിൽ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഈ ടീച്ചർ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ടീച്ചറും മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഈ ചേച്ചി എഴുന്നേറ്റ് എൻ്റെ പുറത്തൊരു ഒറ്റ ചവിട്ടിട്ട് പോയി അടച്ചിടാന്ന് പറഞ്ഞു. ഞാനിത് അടക്കാൻ പോയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു ദുഷ്ടത്തിയാണല്ലോ ആ ചേച്ചി. കിട്ടിയ ചവിട്ട് വേറെ സമയത്ത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ടീച്ചറുടെ മനസ്സിൽ ഈ ചേച്ചി സഹായ മനസ്കതയുള്ളൊരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, സഹായ മനസ്കതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇറ്റ്സ് വെരി ഈസി. ബട്ട് ടു പ്രൂവ് ദാറ്റ് ഐ ആം ഹെൽപ്ഫുൾ ബിഫോർ ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ള